എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് സീഡ് ബ്രെഡാണ്. ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ബ്രെഡും ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ക്രീം എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് 3 സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 സ്പൂണ് കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ക്രീമിന്. വേറെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇനി ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് അടിച്ച് വരുന്ന സമയത്ത് 1 സ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ല കട്ടിയാവുന്നത് വരെ ബീറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് കട്ടിയാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കട്ടിയായി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ അതിൽ നിന്ന് നീങ്ങാത്ത ഒരു പാകമാകുമ്പോൾ മതിയാക്കാവുന്നതാണ്. ഈ സമയത്ത് എടുക്കുക. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുത്ത് ചരിക്കുമ്പോൾ അത് താഴേക്ക് വീഴാത്ത തരത്തിലായിരിക്കണം ക്രീം എടുക്കേണ്ടത്. ഇനി ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് എടുത്ത് വെച്ച് കൊടുക്കുക. ഒരു 6 പീസ് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ലെയറിൽ 6 പീസ് ബ്രെഡ് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഒരു ഗ്ലാസ്സിലെടുക്കുക. ആ ക്രീം എടുത്ത ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ബ്രെഡ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് റൗണ്ട് ഷേപ്പിലാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത പാലും കണ്ടൻസ് മിൽക്കും കൂടി എല്ലാ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീം കേക്കാണിത്. ഇത് ഒഴിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉണ്ട്. നട്ട്സ് കട്ട് ചെയ്തിട്ടൊക്കെയാണ്. അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും അതുപോലെ ഒരു ലെയർ ബ്രെഡും കൂടെ വയ്ക്കുക. ഇതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും പാലും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മീതേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടി വയ്ക്കുക. ഒരു കവറ് ബ്രെഡും ഇതിനെ എടുക്കുമ്പോൾ നല്ല പാകത്തിനുള്ള ഒരു കേക്കായിട്ട് കിട്ടും. ഇത് കുറച്ച് മുകളിൽ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി ക്രീമെല്ലാം അതിലേക്ക് ഇട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നിറയെ എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് അലങ്കരിക്കാവുന്നതാണ്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.